PSLV C-62 വിക്ഷേപണത്തിൽ തിരിച്ചടിയാണ് ഇന്നുണ്ടായത്. ISROയുടെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-N1 ഗതിമാറി സഞ്ചരിച്ചു. അങ്ങനെ വലിയ പ്രതിസന്ധി ഉണ്ടായി. മൂന്നാം ഘട്ടത്തിലെ അവസാന ഭാഗത്താണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായതെന്ന് ISRO അറിയിച്ചു. 3, 2, 1, 0. S139 motor and both strap-ons ignite. Here's the pillar of fire meets the canvas of blue. PSLV C-62 carrying the umbilical tower, a majestic lift-off. പുതുവർഷത്തിലെ ആദ്യ വിക്ഷേപണം ലക്ഷ്യം കാണാൻ ISROയ്ക്ക് കഴിഞ്ഞിട്ടില്ല. ISROയുടെ ഏറ്റവും വിശ്വസ്തമായിട്ടുള്ള വിക്ഷേപണ വാഹനം PSLV അത് രണ്ടാം തവണയാണ് തുടർച്ചയായിട്ട് പരാജയപ്പെടുന്നത്. കഴിഞ്ഞ വർഷം നടന്ന ലോഞ്ചും ഇത്തരത്തിൽ മൂന്നാം ഘട്ടത്തിൽ തന്നെ പരാജയപ്പെടുകയാണ് ചെയ്തത്. ഇത്തവണയും അതായത് ഇന്ന് ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ അന്വേഷയും അതിനോടൊപ്പം 15 മറ്റ് പേലോഡുകളും വിവിധ സ്റ്റാർട്ടപ്പുകളുടെയും അതുപോലെ തന്നെ അന്താരാഷ്ട്ര ആയിട്ടുള്ള സംയുക്തമായിട്ട് വിക്ഷേപിക്കുന്ന ഉപഗ്രഹങ്ങളുടെയൊക്കെ ലോഞ്ചായിരുന്നു ഇന്നുണ്ടായിരുന്നത്. ആ ലോഞ്ച് മൂന്നാം ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ അത് പരാജയപ്പെടുകയാണ് ചെയ്തത്. ഈ വിഷയം എന്താണ് സംഭവിച്ചത്, തകരാർ എന്താണ് ഉണ്ടായതെന്ന് സംബന്ധിച്ച് വിശദമായിട്ടുള്ള അന്വേഷണം നടത്തുമെന്നാണ് ISRO ചെയർമാൻ അറിയിക്കുന്നത്. And the performance of the vehicle close to the third stage was as expected and as predicted. And close to the end of the third stage, we are seeing some disturbance in the vehicle. There was a deviation in the path of the vehicle. The mission could not proceed in the expected path. That is what is the information right now available. Now we are going through the data and we have to get the data from all the ground stations. And once the data analysis is completed, we shall come back to you. തുടർച്ചയായിട്ട് ഒരേ സ്റ്റേജിൽ ഒരേ സമയത്ത് ഉണ്ടാകുന്ന ഈ തകരാർ തീർച്ചയായിട്ടും ISROയെ സംബന്ധിച്ച് ഒട്ടും ആശാസ്യകരമല്ല. ഈ വിഷയത്തിൽ കൃത്യമായിട്ട് നമ്മുടെ ISROയെ ഈ അന്താരാഷ്ട്ര തലത്തിൽ നിരവധി രാജ്യങ്ങൾ ഉറ്റുനോക്കുന്ന ഒരു ഏജൻസിയാണ്. അതുകൊണ്ട് തന്നെ ഈ അപാകതകൾ പരിഹരിച്ച് മുന്നോട്ട് പോയേ മതിയാകൂ. സാധാരണയായി ISROയെ കുറിച്ച് പറയാറുണ്ട്, നമ്മൾ ഒരു തവണ ഒരു വീഴ്ച പറ്റിയാൽ അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് കൃത്യമായിട്ട് ഗൃഹപാഠം ചെയ്താണ് ആ തിരിച്ചടിയെ നമ്മൾ ബഹിരാകാശത്ത് വെന്നിക്കൊടി പാറിക്കുന്ന നിലയിലേക്ക് എത്തിക്കാറുണ്ട്. പക്ഷേ ഇക്കുറി അത് ഉണ്ടായില്ല എന്നുള്ളത് സ്വാഭാവികമായിട്ടും വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. ഏതായാലും സംഭവത്തിൽ വിശദമായിട്ടുള്ള അന്വേഷണം നടക്കുമെന്ന് ISRO അറിയിച്ചിട്ടുണ്ട്.